ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് കുട്ടി താരങ്ങളെയാണ്. നിങ്ങൾക്ക് അവരെ പരിചയം ഉണ്ടോ നമുക്ക് നോക്കാം. വായോ. പോസ്റ്ററുകൾ കണ്ട് നിങ്ങൾക്ക് പരിചയം കാണും ഇവരെ. എന്നാലും ഞാൻ പറയാം, ലാലേട്ടൻ്റെ പുതിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും ഫിലിമിലെ രണ്ട് കുട്ടി താരങ്ങളാണ് ഇവര്. അപ്പോൾ മോളുടെ പേരെന്താ? അമ്മയായിരിക്കൂല. അമ്മയുടെ പേരെന്താ? നീതു. ഇത്ര ചെറുപ്പത്തില് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചല്ലോ. മോൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 1ാം ക്ലാസ്സിൽ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. മോനോ? ഞാൻ 6ാം ക്ലാസ്സിൽ നവോദയ പഠിക്കുന്നു. നവോദയ സ്കൂളിൽ ഹോസ്റ്റലിലൊക്കെ നിന്നല്ല, അവിടെ നിന്നല്ല പഠിക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനൊക്കെ എത്തിപ്പെടാൻ പറ്റിയത് അമ്മ പറഞ്ഞു. മെയ് മാസത്തിലായിരുന്നു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം 2 ദിവസം ഷൂട്ടിന് പോയി. പിന്നീട് 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ടാവുമെന്ന് നമ്മളോട് പറഞ്ഞു. മോൻ പറഞ്ഞില്ലേ നവോദയയിലാണ് പഠിക്കുന്നതെന്ന്. റെസിഡൻഷ്യൽ സ്കൂളാണ്. നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞു ഇന്നപോലെ നമ്മളൊരു ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് 2 ദിവസം അവിടെ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്, മോന് ലീവ് തരണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചേർക്കുന്ന സമയം. എങ്ങനെയാണ് അപ്പോൾ ഇവർക്ക് ഫിലിമിൽ സെലക്ഷൻ കിട്ടിയത്? ഓൾമോസ്റ്റ് ഈ പടത്തിൻ്റെ ഷൂട്ട് മൊത്തം തൊടുപുഴ ഏരിയയിലായിരുന്നല്ലോ. അപ്പോൾ അവർ കാസ്റ്റ് ചെയ്തതും കൂടുതലും തൊടുപുഴയിൽ നിന്നുള്ള ആളുകളെ ആയിരുന്നു. നമ്മുടെ അടുത്ത് മായ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ഫിലിമിലേക്ക് ഇതുപോലെ ആളെ ആവശ്യമുള്ളപ്പോൾ നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, പിള്ളേരുടെ ഫോട്ടോ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. 2 പേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ചെറിയ ആളുടെ ഫോട്ടോയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പം 2 പേരുടെയും കൂടെ ഫോട്ടോ ഒരുമിച്ച് അയച്ചു കൊടുത്തു. അപ്പോൾ 2 പേരെ സെലക്റ്റായി. ശരിക്കും പറഞ്ഞാൽ മോളുടെ പ്രായമുള്ള കുട്ടികളെയാണ് വേണ്ടത്. ഇവൻ്റെ ഭാഗ്യം എന്ന് പറയാം, ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഇവൻ്റെ ഭാഗ്യം കൊണ്ടാവും ഇവനും സെലക്റ്റായി. അവർ പറഞ്ഞിരുന്ന ഷോർട്സ് ഇടുന്ന പിള്ളേരുടെ ഫോട്ടോ അങ്ങനെയായിരുന്നു ചോദിച്ചത്. നമ്മുടെ ഒരു ഇഷ്ടം, ലാലേട്ടൻ്റെ പടം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ. അപ്പം മോനും കൂടെ കിട്ടിയെങ്കിലെന്ന് കരുതിയിട്ട് 2 പേരുടെയും കൂടെ ഫോട്ടോ അയച്ചു കൊടുത്തത്. ദൈവഭാഗ്യത്തിന് 2 പേര് സെലക്റ്റായി. അപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ ചെന്നപ്പോൾ ലാലേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? എടാ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ആന്റി അവിടെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു, ലാലേട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇത്ര ചെറുപ്പത്തില് പിള്ളേര് ഫിലിമിൽ അഭിനയിച്ചു, അതും ലാലേട്ടൻ്റെ കൂടെ. അപ്പൊ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. അല്ലാതെ എന്താ പറയുക, ലാലേട്ടൻ്റെ പടമെന്ന് കേട്ടപ്പോഴേ മക്കളെ വിട്ടേക്കാം, സെലക്ഷൻ കിട്ടിയാൽ മക്കളെ കൊണ്ട് പോകും എന്നൊരു സന്തോഷമായിരുന്നു. കാരണം ഇതിനു മുമ്പ് 1-2 പടത്തിൻ്റെ ഷൂട്ടിൽ ചെല്ലാവോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളൊരു നമുക്കിടെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ മക്കൾക്ക് ലാലേട്ടൻ്റെ പടമെന്ന് കേട്ടത് വിടുകയാണ് ചെയ്തത്. രാവിലെ ഷൂട്ട് പറഞ്ഞു, ആദ്യത്തെ ദിവസം രാവിലെയാണ് ഷൂട്ട് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ആരുമില്ല, ലാലേട്ടൻ എത്തിയിട്ടില്ല. ലാലേട്ടൻ്റെ വണ്ടി ശോഭനമാമിൻ്റെ 2 പേരുടെയും ക്യാരവാൻ വന്നു. പിന്നെ ലാലേട്ടനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ക്രൂ എല്ലാവരും വന്നു, ലാലേട്ടനായിട്ട് വെയിറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷം. ഇവർ എത്രമാത്രം സന്തോഷമുണ്ട് ലാലേട്ടന് എത്രമാത്രം എന്നറിയില്ല. നമ്മൾ ചെറുതിലേ മുതൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്ന നമ്മുടെ എന്താ പറയുന്ന ആരാധന കഥാപാത്രം നമ്മുടെ മുമ്പിൽ വരിക, നമ്മുടെ ലാലേട്ടനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളായിരുന്നു എക്സൈറ്റഡ്. ലാലേട്ടനെ കാണുമ്പം ശരിക്കും ഭയങ്കര ചങ്കിടിപ്പ്, ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത സന്തോഷമായിരുന്നു. മക്കളെക്കാളും എക്സൈറ്റ്മെന്റ് അമ്മയ്ക്കായിരുന്നു. തീർച്ചയായിട്ടും. എന്താ പറയുക, നമ്മുടെ ഒരു വികാരം ഇപ്പൊ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോട്ട് തന്നെ മക്കളുടെ ലാലേട്ടൻ്റെ കൂടെയുള്ള ഷോട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീനായിരിക്കുമെന്ന്. ശരിക്കും 2 പേരുടെ ഭാഗ്യം തന്നെ പറയും. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ടോവിനോയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ടോവിനോ പറയുണ്ടായി, ലൂസിഫർ എന്ന പടത്തിൽ അത്രയും മെയിൻ ക്യാരക്ടർ ചെയ്തിട്ട് ലാലേട്ടനുമായിട്ടൊരു കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു. അപ്പോൾ നിസാര 2 ഭാഗങ്ങളിൽ കാണുന്ന മക്കൾക്ക് അങ്ങനെ ഒരു വേഷം കിട്ടി, അല്ല ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ അതായിരുന്നു ഈ പടത്തിൻ്റെ സന്തോഷം. പിന്നെ ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് 4 ദിവസമായിരുന്നു ഷൂട്ട് പറഞ്ഞിരുന്നത്. ആദ്യത്തെ ദിവസം ലാലേട്ടനോടൊപ്പം കോമ്പിനേഷൻ സീൻ, ആ പാട്ട് സീനിലാണുള്ളത്. ഇവർ വണ്ടിയിൽ, ലാലേട്ടൻ പറഞ്ഞിട്ട് ഇവർ വണ്ടിയിലേക്ക് കയറുന്ന ഒരു സീനാണുള്ളത്. തരുൺ മൂർത്തിയുടെ ഡയറക്ടറുടെ കൊച്ചും ഇവരുടെ കൂടെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ലാലേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഭയങ്കര കമ്പനിയായിരുന്നു. ഇവരോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇവർക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ് അറിവില്ലാത്തത് കൊണ്ടാണോ അതോ ആദ്യമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണോ എന്താ എനിക്കറിഞ്ഞുകൂടാ.
ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ഇവക്ക് മിണ്ടാൻ മടിയായിരുന്നു. എന്നാൽ ഇവനോട് കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. അതിൻ്റെ സങ്കടം ആക്കുണ്ട്. പല്ലെപ്പോഴാ പറഞ്ഞ, പേരെന്താ, അങ്ങനെ ഭയങ്കര വിശേഷങ്ങൾ ചോദിച്ചു. കാരണം ഇവർ കാറയിൽ ഒരുമിച്ചുള്ളൊരു ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ അത് റീടേക്കൊക്കെ വന്ന സമയത്ത് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. നമ്മുടെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുള്ളത് കൊണ്ട് ആ അദ്ദേഹത്തോട് ചേർന്ന് പോയി നിൽക്കാനും കാണാനും ഒക്കെ പറ്റി. ഷോട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് അവിടെ അടുത്തേക്ക് ചെല്ലാലോ, മക്കളുടെ അടുത്തേക്ക് ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത് കാണാൻ പറ്റി. ശരിക്കും അതാണ് ഞങ്ങളുടെ സന്തോഷം. പിന്നെ ഇതിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പടത്തിൽ 2 സീനിൽ 4 ഷോട്ടാണ് എടുത്തത്. സമയദൈർഘ്യം അതുകൊണ്ട് പടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും 2 സീനിലെ മക്കളുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഹാപ്പി എന്ന് പറയുന്ന കാര്യം പോസ്റ്ററിൽ വന്നു. നമ്മളിവർ അഭിനയിച്ച ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ പല ആൾക്കാരുടെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, സിനിമയിൽ വന്നു കഴിയുമ്പോൾ അവരെ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പടത്തിലുണ്ട്, ഷൂട്ടിന് പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പടം കാണുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറയാതിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഈ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത്, ഞാനും അല്ല കണ്ടത്, പോസ്റ്റർ വന്ന സമയത്ത് അവർ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. ലാലേട്ടനോടൊപ്പം ഒരു പോസ്റ്ററിൽ ഇപ്പം നാട്ടിൽ ചുവരിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു സിഗ്നലിലൊക്കെ നിർത്തുമ്പോൾ അവിടുത്തെ മതിലിൽ മക്കളുടെ പടം, ലാലേട്ടനോടൊപ്പം മക്കളുടെ പടം കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷം. അപ്പോൾ എങ്ങനെയായിരുന്നു ഫിലിം? കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടു. ആദ്യത്തെ ഷോ തന്നെ കണ്ടു. മക്കൾ അഭിനയിച്ച പടം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അന്ന് രാവിലത്തെ ആദ്യത്തെ ഷോ കണ്ടു. ഭയങ്കര സന്തോഷം. ഇത്രയും ഹിറ്റായൊരു പടത്തിൽ മക്കൾ 2 പേരും ഉണ്ടാവുക, അതിൻ്റെ പോസ്റ്ററിൽ മക്കൾ വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇവർ ഈ പടത്തിലേക്ക് സെലക്ട് ചെയ്യും ഫോട്ടോ അയച്ചു കൊടുത്ത മായ ചേച്ചി, പിന്നെ ഈ പടത്തിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ഇതിൻ്റെ ഡയറക്ടർ, ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. അപ്പോൾ ഇനി ഒത്തിരി അവസരങ്ങൾ സിനിമയിൽ കിട്ടട്ടെ. ഇനി നമുക്ക് കണ്ടുമുട്ടാൻ ഇടയുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.